ശരണ്യ അല്ലെ ഇന്ന് എന്താണ് നമ്മുടെ കൂട്ടുകാരെ പാചകം കാണിക്കുന്നത്? ഉച്ചക്കത്തെ കറി വെപ്പാണ്. എന്ത് കറിയാന്ന് പറഞ്ഞില്ല. ബീഫ് കറിയാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരെ. അങ്ങനെ ബീഫൊക്കെ വേവിച്ച് വെച്ചിരിക്കുകയാണ്. ആഹാ, അടിപൊളി ബീഫിന്റെ മണം വരുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? പച്ചമുളക്, സവാള, വെളുത്തുള്ളി എല്ലാം വേറെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇഞ്ചിയെല്ലാം. അപ്പൊ ഇനി ഇതിന് വേവിക്കണം. അല്ല, ഇറച്ചി വേവിച്ചതല്ലേ? ഇറച്ചി വേവിച്ചാണ് സവോള ഇട്ട് വേവിക്കും ഒന്നും കൂടെ. പിന്നെ വേവിക്കും. അങ്ങനെയാണല്ലേ ശരണ്യ ബീഫ് കറി വെക്കണത്? വെളുത്തുള്ളി കണ്ടാ കൂട്ടുകാരെ, വെളുത്തുള്ളിയൊക്കെ പല സെക്ഷനായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കണം. അതെന്താണ് ശരണ്യ? ഇത് ബീഫ് അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, ഇത് ബീഫിന് ചതച്ചിടാൻ. അത് നമ്മൾ പുറകെ വീഡിയോ കാണിക്കുന്നതാണല്ലേ? അപ്പൊ നമുക്ക് ഇഞ്ചിയും കൂടെ ഇടാം. ഇന്നിപ്പോ ബീഫ് കറിയുടേതേ കാണിക്കുന്നുള്ളൂ. അപ്പൊ ഹായ് കൂട്ടുകാരെ പറഞ്ഞില്ല. ഹായ് കൂട്ടുകാരെ, ഷിജുച്ചാന്റെ പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് ഇന്നത്തെ ഇഞ്ചി ഇടാം. കണ്ട അച്ഛൻ നല്ല ടിപ് ടോപ്പ് ആയിട്ടാണ് ഇഞ്ചി ഇടുന്നത് കേട്ടോ. ബാക്കി നമ്മൾ അതെ, നമ്മളെ അമ്മയെ എത്തിയിട്ടുണ്ട് കൂട്ടുകാരെ. ബീഫിന് ഉപ്പിട്ടതാണെങ്കിൽ കുറച്ചിട്ടാ മതി, ഇടണമെന്നില്ല അല്ലേ? ഇറച്ചി വേവിച്ചതാണ് അപ്പൊ അങ്ങനെ അമ്മ അതൊന്നുകൂടി കഴുകാനായിട്ടൊക്കെ പോണു. അതെ, ഇതെന്താണ് ഈ സ്റ്റൗ ഇങ്ങനെ മൂടിയിട്ടിരിക്കണത് തുണി കൊണ്ട്? തുടച്ചേച്ച് വീണ്ടും തുണിയിട്ട് മൂടിയില്ല. അങ്ങനെയാണോ? അപ്പൊ കൂട്ടുകാരെ, ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയ വീഡിയോ എന്ന് തന്നെ പറയാം. പിന്നെ നമ്മൾ ബീഫ് കറിയൊക്കെ വെക്കണ വീഡിയോ ഒത്തിരി ഇട്ടിട്ടുള്ളതാണ്. അങ്ങനെ അതൊക്കെ അമ്മ തേച്ച് കഴുകി കൊടുത്തപ്പോ ഇനി അതങ്ങോട്ട് അടച്ചങ്ങോട്ട് അടയ്യല്ലേ? അമ്മയും വിചാരിച്ചാലേ അടയുള്ളെന്നാണ്. ഒന്ന് അമ്മ ചെന്ന് അടച്ചേമ്മ. അച്ഛാ, ഇവർക്കേ അറിയാവുള്ള ടെക്നിക്ക്. ഇതൊക്കെ എനിക്കറിയാം, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെയല്ല, ഞാനാ നല്ലത്. ഞാനല്ലേ ഇന്നലെ അടച്ചു കൊടുത്തത്. എന്നിട്ട് പിന്നെ ഇവര് പറഞ്ഞെന്താന്നറിയോ, ഇവർക്ക് എല്ലാം അറിയാവുള്ളൂ തോന്നല്. ആയിക്കോട്ടെ, നല്ല കാര്യമാണ്. എന്നാ വിട്ടു കൊടുത്തേച്ചാ, അവരൊന്ന് ജയിക്കട്ടെ. അടയ്യല അച്ഛാ, അടഞ്ഞിട്ടില്ല. അച്ഛാ, ഇവര് പിന്നെ നിത്യം ചെയ്യണോണ്ട് നമ്മൾ അങ്ങോട്ട് വിട്ടു കൊടുത്തേരാ. അങ്ങനെ അതെ, നമ്മുടെ കുക്കർ അങ്ങനെ അടപ്പത്തായി. ഇനി ഒന്ന് ഇതൊന്നായിട്ട് വേണം ഞങ്ങൾക്ക് ബീഫ് കറിയും കൂട്ടി ഇച്ചിരി ചോറ് തിന്നെ. അപ്പൊ കൂട്ടുകാരെ, ബീഫ് കറിയൊക്കെ വെക്കണം ഒത്തിരി വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നുള്ള ഇതില് അതെ. അങ്ങനെ ശരണ്യതേ അതിലേക്ക് എണ്ണയൊക്കെ ഇട്ട് എന്തൊക്കെയാ നമ്മൾ പറഞ്ഞുകൂട് നമ്മുടെ കൂട്ടുകാരോട്. ഈ ശരണ്യ ഇപ്പൊ ഒന്നും പറയല്ല നമ്മുടെ കൂട്ടുകാരോട് എന്തൊക്കെയാണ് ചേർക്കണം. അല്ല, എന്നാലും പറഞ്ഞു കൊടുക്കണ്ടേ? പിന്നെ നമ്മുടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റുമോ? കഴിഞ്ഞ ബീഫ് കറി കാണാത്ത കൂട്ടുകാരില്ല. അപ്പൊ അങ്ങനെ ഉണക്കമുളകൊക്കെ ഇട്ട് ഉണക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഇറച്ചിയുടെ ഒക്കെ സ്മെല്ല് അടിക്കണുണ്ട് കുക്കർ എന്ന്. അപ്പൊ ഇനി എന്തൊക്കെയാണ് ചേർക്കണമെന്ന് ഒന്ന് പറഞ്ഞേരി. ഇതൊന്ന് കോരി മാറ്റിയിട്ട് നമുക്ക് അത് കഴിയുമ്പോ മല്ലിപ്പൊടിയും മഞ്ഞപ്പൊടിയും മുളകുപൊടിയും എല്ലാം ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. എന്നിട്ടൊക്കെ മല്ലിപ്പൊടി ഇടാൻ പോവാണേ. മല്ലിപ്പൊടി ഇടിയാണ്.
അങ്ങനെ മല്ലിപ്പൊടി ഇട്ട് അച്ഛനാണ് കേട്ടോ കയറി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇനി ഇതൊന്ന് മൂത്തൊക്കെ വരട്ടെ അല്ലേ? ആ അപ്പൊ ഇതൊന്ന് മൂത്തിട്ടൊക്കെ കാണിക്കാം അല്ലേ? അല്ലെങ്കിൽ വീഡിയോ വലുതായി പോകും. ഇച്ചി മുളക് പൊടി കൂടി ഇടേ. അമ്മ പറയണ കേട്ടാ? ആ നേരാ. അപ്പൊ കണ്ടാ കൂട്ടുകാരെ മുളക് പൊടി കൂടി ഇട്ടിട്ട് ആ അതെ. അപ്പൊ ഇന്ന് അമ്മയുടെ നേതൃത്വം അല്ലേ? ഇന്ന് അമ്മയുടെ നേതൃത്വത്തിലുള്ള വീഡിയോയാണ്. ഇനി അച്ഛൻ ചെയ്യട്ടെ. അപ്പൊ ഇനി ഇതൊന്നും ആയിട്ടൊക്കെ കാണിക്കുന്നുള്ളൂ കൂട്ടുകാരെ. ഇതൊന്ന് റെഡിയായി വരട്ടെ. സോമൻ ചേട്ടന് അച്ഛനും മകളും കൂടിയുള്ള ഒരു ബീഫ് കറി. അച്ഛന്റെ ബീഫ് കറി. ഞാനെന്നും സഹായിക്കല്ലേ. അതെ അതെ അതെ. അങ്ങനെ കൂട്ടുകാരെ സ്റ്റൗവൊക്കെ ഓഫാക്കി എന്നിട്ടും അച്ഛൻ നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. കുരുമുളക് പൊടി ഇട്ടോണ്ടിരിക്കുകയാണ്. മസാലപ്പൊടി കൂടി ഇതിലായിട്ടാണ്. ആ നമ്മുടെ സ്വന്തം മസാലപ്പൊടി മതി. ആ നമ്മൾ തന്നെ പൊടിക്കണതാണല്ലേ? അപ്പൊ അങ്ങനെ മസാലപ്പൊടിയും കൂടി ഇട്ട് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനെന്ന് വെച്ചാൽ ഇളക്കെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം എന്നിട്ട് ഇളക്കി മറിച്ചോണ്ടിരിക്കുകയും. എന്താണമ്മ? ആ ആണോ ശരണ്യ? കൂട്ടുകാരെ അങ്ങനെ നമ്മുടെ ശരണ്യതെ തേങ്ങാ പൂളാണ്. ശരണ്യ സൂക്ഷിക്കണം കേട്ടാ. ആ മാറ്റി മാറ്റി തേങ്ങാക്കൊത്ത്. അങ്ങനെയാണല്ലേ? ടോബിക്ക് വിശന്നിട്ട് ടോബി വിളിക്കണുണ്ട്. ടോബി ആയിട്ടില്ല. അപ്പൊ കൂട്ടുകാരെ കണ്ടതേ തേങ്ങ കൊത്തൊക്കെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ടൊക്കെ കാണിക്കാല്ലേ? അമ്മ അവിടെ ആ നേരത്ത് ബീഫ് ആക്കിയല്ലേ? ബീഫാക്കിയതേ കണ്ടാ കൂട്ടുകാരെ? അങ്ങനെ അതെ എല്ലാ ചേരുവകയും എടുത്തു വെച്ചിരിക്കുന്നു. ബീഫൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഒന്ന് കറിയാക്കി കിട്ടിയാ മതി അല്ലേ? ഓ എന്റെ ദൈവമേ. എന്റെ പിറന്നാളാണ്. അതെ അമ്മതേ അത് കൂട്ടാൻ പോണ നേരത്ത് കണ്ടാ കൂട്ടുകാരെ? അല്ല അമ്മയെല്ലാം ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഇപ്പതേ അമ്മ ഏറ്റെടുത്തു. എല്ലാരും കൂടിയുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. ഇത് കുടുംബസമേതമുള്ള പരിപാടി. ഇതിലിത്തിരി എണ്ണ ഒഴിച്ച് തേങ്ങ വറുക്കട്ടെ. ആ അപ്പൊ ഇതൊന്ന് ഇളക്കി പിടിപ്പിക്കട്ടെ അല്ലേ ആ നേരത്ത്? അപ്പൊ ഇതേ കണ്ട ഇതേ അതുകൂടി എടുത്ത് കൂട്ടിയായിരുന്നു. നമ്മൾ ആ വെച്ച വെളുത്തുള്ളി എല്ലാം കൂടി എന്നാ ഇതൊന്ന്. അപ്പൊ കൂട്ടുകാരെ തേങ്ങ വറുത്തിട്ടൊക്കെ കാണിക്കാം, അല്ലെങ്കിൽ വീഡിയോ കൂടി പോകും. ഇത് പ്രത്യേക ബീഫ് കറിയാണല്ലേ? തന്നെയാ? എവിടെ വരെ അച്ഛന്റെ മകളുടെ ഇറച്ചിക്കറി വറുത്തത് ഇടിയാണ്. കൂട്ടുകാരെ നല്ല അടിപൊളി ബീഫ് കറിയാണ് കണ്ടാ? സൂപ്പറാണ്. അപ്പൊ ഒന്ന് ഇളക്കിക്കങ്ങോട്ട്. എല്ലാരും പോലും നമുക്ക് ചോറ് തിന്നാം.
എങ്ങനെയാണ് എല്ലാരും പോര് നമുക്ക് ഒന്നിച്ച് നിന്ന് ബീഫ് കറി കൂട്ടി ചോറ് തിന്നാം. അതെ അമ്മ ദേ അവിടെ പാത്രത്തിൽ ചോറൊക്കെ എടുത്തോണ്ടിരിക്കുന്നു, ചോറ് വിളമ്പുന്നു. ഓ അങ്ങനെ അച്ഛൻ ദേ ബീഫ് കറിയൊക്കെ ഇളക്കുന്നു. ഞങ്ങൾ പിന്നെ കുറച്ച് ഇണക്കിയിട്ടുള്ളൂ, കാരണം ഞങ്ങൾ മാത്രമല്ലേ ഉള്ളു. ചോറ് അപ്പൊ അത് കാരണം അടിപൊളി ബീഫ് കറി, മാങ്ങാച്ചാറും മാങ്ങാച്ചാറുണ്ടാ. ആ വേറെ കറിയൊന്നും വെച്ചില്ല കേട്ടോ, വെച്ചില്ല. സമയമില്ലായിരുന്നു. ഞങ്ങൾക്ക് പാക്കിംഗ് ഒക്കെ ഉള്ളതുകൊണ്ടാണ്. ഇന്ന് സമയമില്ലാന്ന്. അതെ. ഇന്നല്ല ഇനി അങ്ങോട്ട്. അപ്പൊ കൂട്ടുകാരെ ഇതുപോലെ നിങ്ങളും ഒക്കെ ഒന്ന് വെച്ച് നോക്കണം കേട്ടോ, അടിപൊളി ബീഫ് കറിയാണ്. അപ്പൊ ഇതുപോലെ അപ്പൊ ഞാൻ ഓഫ് ചെയ്യും. അതെ. ഓഫ് ചെയ്യും. അപ്പൊ ഒന്ന് പറഞ്ഞു നമ്മുടെ കൂട്ടുകാരോട്, നമ്മൾ ഊണ് കഴിക്കാൻ പോവുകയാണ്. കൂട്ടുകാരെ ഞങ്ങൾ ഊണ് കഴിക്കാൻ പോയി, നിങ്ങളെല്ലാം കഴിച്ചു നോക്കുന്നു. അതെ. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ കൂട്ടണം. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ? സുഖം തന്നെയാണ്. അപ്പൊ നല്ലൊരു വീഡിയോ വരുന്നവരെ ബൈ. നല്ല വീഡിയോ എന്നാണെന്നും കൂടി പറഞ്ഞുതരാം. അടുത്തത് ബീഫ് അച്ചാറിന്റെ വീഡിയോ ആയിരിക്കും. ആ അതെ. ഒരു അപ്പൊ മാറ്റം വരും. വേറെ എവിടെയും കാണുവാണെങ്കിൽ അത് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ബീഫ് അച്ചാർ എന്നാണ് സാറിന് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതെ. അത് തന്നെ നടത്താൻ വേണ്ടി. അപ്പൊ ഏതായാലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നവരെ ബൈ.